കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ ഒരുപാട് ആയിരത്തിച്ചില്ലുവാനം നാമങ്ങൾ കൊണ്ട് ഭഗവാന് പുഷ്പാർച്ചന ചെയ്യാനാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഗുരുനാഥനിലൂടെയും ആശ്രമങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും വേണം നേടാൻ. എളുപ്പമായിട്ടാണ്. നമ്മൾ എത്രത്തോളം എളുപ്പമെന്ന് വയ്ക്കുമോ അത്രത്തോളം പ്രയാസമുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലും ഗുരുനാഥന്മാരുടെയൊക്കെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു IC യൂണിറ്റിൽ കയറുന്നതിനേക്കാളും പ്രാധാന്യമാണ്. IC യൂണിറ്റ് ഒന്നുമേ അല്ലാന്ന് അർത്ഥം. അവിടെ കയറുന്നതിനേക്കാളും വളരെയധികം ശ്രദ്ധാഭക്തിയോടും ശാന്തമായ അന്തരീക്ഷം നമ്മൾ കാരണം അവിടെ ഉണ്ടാകണം. ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്ര ദേവതയെ കൂടാണ്ട് ക്ഷേത്രത്തിൻ്റെ രൂപം തന്നെ ഒരു ശരീരമാണ്. അപ്പോൾ ആ ശരീരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമാണ് അവിടുത്തെ ബലിക്കല്ലുകൾ. അതിലൊന്നും നമ്മൾ സ്പർശിക്കാൻ പാടില്ല. അറിയാണ്ട് കാലോ വല്ലോ സ്പർശിച്ച് പോയാൽ തന്നെ അവിടുത്തെ ദേവതയെയും പരദേവതയെയും വിചാരിച്ച ശേഷം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തോടു കൂടി ആ ബലിക്കല്ലിൽ ഏതിൽ തട്ടിയോ അതിൽ നിന്ന് കുറച്ച് അകന്ന് നിന്ന് അതിനെ വന്ദിക്കേണ്ടതാണ്. അതിൽ തൊടാൻ പാടില്ല. നാരായണ മന്ത്രത്തോടു കൂടി അതിൻ്റെ 3 പണ അതിനെ തൊട്ട് വന്ദിക്കുക, ആ മണ്ണിനെ തൊട്ട് വന്ദിക്കുക. അല്ലാണ്ട് അതിൽ തൊടാൻ പാടില്ല. അതിനുള്ള അധികാരം നമുക്കില്ല. കാരണം ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ബലിക്കല്ലുകൾ വളരെയധികം റേഡിയേഷൻ ഉള്ളതാണ്. അതെല്ലാവർക്കും അത് അറിയാൻ പറ്റില്ല. പിന്നെയാണ് അതിൻ്റെ ഫലം നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അത് ശരിക്കും അറിയേണ്ടത് അവിടുത്തെ ക്ഷേത്രത്തിലെ തന്ത്രിക്കും ഈശാന്തിക്കും ശാന്തിക്കാരനും അതുപോലെ അതുമായിട്ട് പരിചരിക്കുന്നവർ മാത്രമേ ബലിക്കല്ലിൽ തൊടാവൂ. ഇവിടെ പല ക്ഷേത്രങ്ങളിൽ കാണുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, തല കൊണ്ടിട്ട് അതിൽ തട്ടുന്നുണ്ട്. അതൊക്കെ മഹാപരാധമാണ്. അത് നമ്മൾ പറഞ്ഞറിയിച്ചാൽ അതിൻ്റെ ദോഷം മാറില്ല. അങ്ങനെയുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഭഗവാന്റെ സന്നിധിയിലായതുകൊണ്ട് അപ്പോഴത് പിടിക്കില്ല. പക്ഷേ അത് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ദോഷം ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും അതുപോലെ ഗുരുനാഥൻ്റെയൊക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് വളരെയധികം സിമ്പതിയും ദയയും ശ്രദ്ധയോടുകൂടി വേണം ചെല്ലാനായിട്ടുള്ളത്. എങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് പറയുന്നത് നമ്മൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. നമ്മുടെ നാവിൽ മന്ത്രം നാമം ഉതിരണമെങ്കിൽ അതിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഗുരുകൃപ വേണം.